കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് നിർത്തിയത് ആരോഗ്യം എന്ന് പറയുന്നത് വെറും ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ആരോഗ്യമല്ല. അത് സാമൂഹികമായും ആത്മീയമായും ഒരു വ്യക്തി ആരോഗ്യമുണ്ടെങ്കിലേ ആ വ്യക്തിയെ പൂർണ്ണമായ ആരോഗ്യമുള്ളൊരു വ്യക്തിയെന്ന് പറയാൻ സാധിക്കൂ. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനുഷ്യന് മാത്രമേ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യാനുള്ള ഒരു കഴിവുള്ളൂ. മനുഷ്യന്റെ അസ്തിത്വം, നമ്മൾ എവിടെ നിന്ന് വന്നു, മരണശേഷം എവിടേക്ക് പോകുന്നു, ഇതെല്ലാം ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരോഗ്യകരമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയാൻ സാധിക്കും. അതിനവൻ തിരഞ്ഞെടുക്കുന്ന പാത ഏത് തന്നെ ആയിക്കോട്ടെ, ഏത് മതത്തിന്റെ ആവാം, ഏതെങ്കിലും ഫിലോസഫി ആവാം, വേദാന്തമാവാം, നിരീശ്വരവാദമാകാം. പക്ഷെ അതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആത്മീയമായി ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ്. ഇനി നമുക്ക് യോഗ ചികിത്സയുടെ ഡെഫിനിഷനിലേക്ക് കടക്കാം. സമഗ്രം, ബഹുമുഖ ഭാഷ്യം, വ്യക്ത്യാധിഷ്ഠിതം, ചര്യാപ്രധാനം, ക്രിയായോഗം, യോഗ ചികിത്സ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ സമഗ്രം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരം വെറും ഭൗതിക ശരീരവും മനസ്സും മാത്രമല്ല ഉള്ളത്. അതിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു വാണ്ട് ടു സ്റ്റഡി സംതിങ് ഇൻ ഡീറ്റെയിൽ. ആ ക്ലാസിഫിക്കേഷൻ എത്ര വർദ്ധിക്കുന്നോ അത്രയും നമുക്ക് ഡീപ്പായി പോകാൻ സാധിക്കും. പക്ഷെ അതേസമയം ആ അറിവ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു മാക്രോ വിഷൻ. നമുക്ക് അണുത്വം, ഏകത്വം എന്ന് പറഞ്ഞുള്ള രണ്ട് കഴിവുണ്ട്. ഒരു സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൂക്ഷ്മ ബുദ്ധി ഉപയോഗിക്കണം. അതേസമയം അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാക്രോ ലെവലിൽ അത് നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തെ മൂന്നായി നമുക്ക് തിരിക്കാം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ ശരീരം, ടാഞ്ചിബിൾ ബോഡി. സൂക്ഷ്മ ശരീരം ആ പേര് പോലെ തന്നെ സൂക്ഷ്മമാണ്, പഞ്ചേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കാൻ കഴിയാത്തതാണ്, നോൺ ടാഞ്ചിബിൾ ആണത്. കാരണ ശരീരം നമ്മുടെ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ളൊരു ശരീരം, കോസൽ ബോഡി എന്ന് പറയും. അത് അതിസൂക്ഷ്മമാണ്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ മൂന്നായുള്ള ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മളുടെ ഈ മൂന്ന് ശരീരം ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ. സ്ഥൂല ശരീരം പഞ്ചീകരണം നടന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. പഞ്ചീകരണം അഥവാ ഗ്രോസിഫിക്കേഷൻ എന്ന് പറയും. സൂക്ഷ്മ ശരീരം പഞ്ചീകരണം നടക്കാത്ത പഞ്ചഭൂതങ്ങളാലാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണ ശരീരം അതിസൂക്ഷ്മമായ അവസ്ഥയിലുള്ള പഞ്ചഭൂതങ്ങളാണ്. ഈ ശരീരത്തെ തന്നെ നമുക്ക് അഞ്ചായി തരംതിരിക്കാം. അന്നമയ കോശം, അതായത് സ്ഥൂല ശരീരം തന്നെയാണ്. പിന്നെ സൂക്ഷ്മ ശരീരത്തെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം എന്ന് മൂന്നാക്കി തിരിക്കാം. അഞ്ചാമത്തെ ആനന്ദമയ കോശം എന്ന് പറയുന്നത് കാരണ ശരീരം തന്നെയാണ്. ഈ അഞ്ചാക്കി തിരിക്കുന്നത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ആണ്. നേരത്തെ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ആണ്. സ്ട്രക്ചറിനനുസൃതമായിട്ട് നമ്മൾ മൂന്നാക്കി തിരിച്ചു. ഇവിടെ ഫങ്ഷൻ അനുസൃതമായിട്ട് അഞ്ചാക്കി തിരിച്ചു. 5 വ്യത്യസ്ത ധർമ്മങ്ങളാണ് ഈ 5 കോശങ്ങളും ചെയ്യുന്നത്. അത് പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവൻ, ആരോഗ്യം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പഞ്ചകോശ തത്വം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും, പരിചയം ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ശരീരത്തെയും യോഗയും വേണ്ട രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. എന്താണ് അന്നമയ കോശം? അന്നമയ കോശം എന്ന് പറയുന്നത് അന്നത്താൽ നിർമ്മിതമായത്. അന്നം എന്ന് പറയുമ്പോൾ അരി എന്നൊരു അർത്ഥമുണ്ട്, ഭക്ഷണം എന്നൊരു അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ദ്രവ്യം എന്നൊരു അർത്ഥമുണ്ട്. ഫിസിക്കൽ ബോഡി, സ്ഥൂല ശരീരം ഭക്ഷണം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതോ അത് ദ്രവ്യമാണ്.
നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ സ്ഥൂല ശരീരമുണ്ട്. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾക്കും സ്ഥൂല ശരീരമുണ്ട്. അത് പഞ്ചീകരണം സംഭവിച്ച പഞ്ചഭൂതങ്ങളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ശരീരത്തിലാണ് നമ്മൾ സിംറ്റം കാണുന്നത് അസുഖങ്ങളുടെ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളും അതിന്റെ സിംറ്റവും നമ്മൾ ഫിസിക്കലായിട്ടാണ് കാണുന്നത്. വേറൊരാളുടെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്താണ് മനസ്സിലെന്ന്. അപ്പോ നമ്മുടെ അസുഖത്തിന്റെ ലക്ഷണം കാണുന്ന ശരീരമാണ് സ്ഥൂല ശരീരം. ഈ ലക്ഷണം വെച്ചിട്ടാണ് നമ്മൾ പലതും ഉള്ളിലുള്ളത് ഊഹിക്കുന്നത്. അത് വലിയൊരു പരിമിതിയാണ്. ഏതിന്? ആധുനിക ശാസ്ത്രത്തിന് വലിയൊരു പരിമിതിയാണ്. കാരണം ശരീരത്തിന്റെ സിംറ്റം കണ്ടിട്ടാണ് നമ്മൾ യഥാർത്ഥ അസുഖത്തെ ഊഹിക്കാൻ ശ്രമിക്കുന്നത്. സൈക്കോളജിക്കൽ രോഗങ്ങളും മാനസിക രോഗങ്ങളും ഈ സ്ഥൂല ശരീരത്തിലെ സിംറ്റം കണ്ടിട്ടാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി എനിക്ക് സുഖമില്ല, മനസ്സിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിന് അത് കണ്ടെത്തണമെങ്കിൽ അവന്റെ ആ പെരുമാറ്റത്തിലും ആ നിത്യജീവിതത്തിലും ഡെയിലി ലൈഫ് ഷെഡ്യൂളിലൊക്കെ ഒരു മാറ്റങ്ങൾ കാണുമ്പോഴേ അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. രണ്ടാമത് പ്രാണ ശരീരം, പ്രാണമയ കോശ, നമ്മുടെ വൈറ്റൽ എനർജി, വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന പ്രാണൻ നിലനിൽക്കുന്ന ശരീരമാണ് പ്രാണമയ കോശ. ഈ പ്രാണമയ കോശയാണ് നമ്മുടെ ശരീരത്തിനെയും അതുപോലെ മനസ്സിനെയും പ്രവർത്തിപ്പിക്കാൻ വൈറ്റൽ ഫോഴ്സ് ആണ് ഈ പ്രാണൻ. അത് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും പ്രാണമയ കോശ ഡെവലപ്ഡ് ആണ്. മനുഷ്യനിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, സസ്യങ്ങളിലുണ്ട്. അതേസമയം ജീവനില്ലാത്ത വസ്തുക്കളിൽ പ്രാണമയ കോശ ഡെവലപ്ഡ് അല്ല. ഈ പ്രാണൻ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൽ നാഡി എന്ന് പറയുന്ന ഒരു ചാനൽ വഴി ചലിക്കുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഇത് അതിനെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിന്റെ വിവിധ ഭാഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ ശരീരം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മനസ്സുണ്ട്. ആധുനിക ശാസ്ത്രം പറഞ്ഞിരുന്നത് മനസ്സെന്ന് പറയുന്നത് തലച്ചോറിലാണെന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക ശാസ്ത്രം പറഞ്ഞത് എന്താണ്? നമ്മുടെ വയറ്റിലും ഒരു മനസ്സുണ്ടെന്ന്. അത് ചില സമയത്ത് തലച്ചോറുമായി ബന്ധപ്പെടാതെ തീരുമാനം എടുക്കാൻ കഴിവുണ്ടെന്ന് ഈ അടുത്തിടെയാണ് ആധുനിക ശാസ്ത്രം ഒരു സൂചന തന്നത്. നമുക്കതറിയാം, നമ്മുടെ ഉദരഭാഗത്തൊരു മനസ്സുണ്ട്. എന്താ അതിനെ നമ്മൾ വിളിക്കുക? സമാന പ്രാണ. ഈ സമാന പ്രാണയാണ് ഡൈജഷനൊക്കെ നടത്തുന്നത്. അതിന് തലച്ചോറായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ബന്ധപ്പെടാം, പക്ഷെ ബന്ധപ്പെടാതെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതാണ് പ്രാണമയ കോശ. ഈ പ്രാണമയ കോശം എന്താണ്? ശരീരത്തിനെ മനസ്സിനെ ഘടിപ്പിക്കുന്ന, പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കോശമാണ്. അസുഖങ്ങൾ പലതും അതിന്റെ വേര് മനസ്സിലാണെന്ന് ആധുനിക ശാസ്ത്രം പറഞ്ഞു തുടങ്ങിയെങ്കിലും ഈ മനസ്സും ശരീരം എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ആധുനിക ശാസ്ത്രത്തിന് കൃത്യമായി അറിയില്ല. പക്ഷെ നമുക്കറിയാം പ്രാണമയ കോശയാണ് ഇതിന്റെ രണ്ടിന്റെ പുറകിലുള്ള വസ്തുത. അടുത്തത് മനോമയ കോശ. ലളിതമായി മനസ്സെന്ന് വിളിക്കാം. മനസ്സെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ മനസ്സുണ്ട്. ഒന്ന് ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന മനസ്സും മറ്റൊന്ന് ചിന്തയും ബുദ്ധിയും അഹങ്കാരമൊക്കെയുള്ള ആ മൊത്തം മനസ്സും. ഇവിടെ ആ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന മനസ്സാണ് പറയുന്നത്. അതിന്റെ ജോലി എന്താണ്? ചിന്തിക്കുക. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക, അല്ലാതെ അനലൈസ് ചെയ്ത് പല തീരുമാനങ്ങൾ എടുക്കുന്ന മനസ്സല്ല, ആ ചിന്തയല്ല. ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുക. അതുപോലെ ഒന്നിനെ വേറൊന്നുമായിട്ട് തിരിച്ചറിയുക. നമ്മൾ ഒരു നായ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉടമസ്ഥനെയും ഒരു അന്യ വ്യക്തിയെയും തിരിച്ചറിയാൻ അതിന് സാധിക്കും. ഒരു നായയ്ക്ക് പൂച്ചയും മറ്റൊരു നായയും തിരിച്ചറിയാൻ സാധിക്കും. ആ ഒരു പെർസെപ്ഷൻ, രണ്ട് വസ്തുക്കൾ തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. നമ്മുടെ ഓർമ്മയും ഈ കോശത്തിലാണ്. ഇമോഷൻ, വൈകാരിക തലവും ഈ കോശത്തിലാണ്. മനുഷ്യർക്ക് ഈ മനോമയ കോശയുണ്ട്, കാരണം നമ്മൾ ചിന്തിക്കുന്നു, നമുക്ക് വികാരങ്ങളുണ്ട്. മൃഗങ്ങൾ, അവർക്കും വികാരങ്ങളുണ്ട്, അത് വളരെ വ്യക്തമാണ്.
എന്നാൽ സസ്യങ്ങൾക്കോ? സസ്യങ്ങൾക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷെ അത് ലോജിക്കലായി അനലൈസ് ചെയ്ത് പറയുന്നതല്ല പലരും. അതൊരു പുതിയൊരു ഫാഷനാണ് സസ്യങ്ങൾക്ക് മനസ്സുണ്ടെന്ന് പറയാൻ. എന്തുകൊണ്ട് നമ്മൾ അത് പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും കൃത്യമായ ഉത്തരം ഉണ്ടായിരിക്കില്ല. യോഗ തെറാപ്പിയിൽ, മനുഷ്യർക്കുള്ള യോഗ തെറാപ്പിയിൽ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ കുറിച്ചും കൂടി അനലൈസ് ചെയ്തിരിക്കണം. നമ്മുടെ വേദം പറയുന്നത് സസ്യങ്ങൾക്കും മനസ്സുണ്ടെന്നാണ്. പല സസ്യങ്ങളും അതിനനുസരിച്ച് ചെറിയ തോതിലെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. സസ്യത്തിനും മനോമയകോശ ഡെവലപ്ഡ് ആണെങ്കിലും വളരെ ചെറിയ തോതിലെ അത് ഡെവലപ്പ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മുറിക്കുകയോ വല്ലതും ചെയ്യുമ്പോൾ ഒരു മൃഗത്തിനുണ്ടാവുന്ന അത്ര വേദന അവയ്ക്കില്ല. എന്നാലും അവയ്ക്ക് മനോമയകോശ ചെറിയൊരു പരിധി വരെ വികസിച്ചിട്ടുണ്ട്, ഡെവലപ്പ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് വിജ്ഞാനമയ കോശം. ഈ വിജ്ഞാനമയ കോശയാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ശരി എന്ത് തെറ്റ് എന്നെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളത് വിജ്ഞാനമയ കോശത്തിനാണ്. മനസ്സിന് ചിന്തിക്കാനേ സാധിക്കും. ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ മനസ്സ് അതിൻ്റെ വ്യത്യസ്ത ഓപ്ഷനുകൾ അത് വിഷ്വലൈസ് ചെയ്യും, ചിന്തിക്കും. ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഒരു ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് വിജ്ഞാനമയ കോശയാണ്. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വിജ്ഞാനമയ കോശത്തിനുള്ളൂ. മനോമയ കോശത്തിന് ആ കഴിവില്ല. മൃഗങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നത് വിജ്ഞാനമയ കോശം ഉപയോഗിച്ചിട്ടല്ല, അത് പ്രീ പ്രോഗ്രാംഡ് ആണ്. ഒരു മൃഗത്തിന്, പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു മൃഗത്തിന്, വളർത്തുമൃഗങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല, പ്രകൃതി ജീവിക്കുന്ന ഒരു വന്യജീവിക്ക് നമ്മളൊരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതിന് വിശക്കുന്നുണ്ടെങ്കിൽ അത് മണത്ത് നോക്കിയിട്ട് അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അത് ചിന്തിച്ച് തീരുമാനിക്കുന്നതല്ല, അത് പ്രീ പ്രോഗ്രാംഡ് ആണ്. അതേസമയം വളർത്തുമൃഗങ്ങളെ നമ്മൾ പല ഭക്ഷണവും കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് അതിനാ കഴിവില്ല. അതുപോലെ വിശക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കും, വിശക്കുന്നില്ലെങ്കിൽ കഴിക്കില്ല. മറിച്ചൊരു മനുഷ്യനാണ് നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ അതെടുത്ത് തിരിച്ചും മറിച്ചും നോക്കും. അത് ഹെൽത്തി ആണോ, ഹെൽത്തി അല്ലേ, എവിടെ ഉണ്ടാക്കിയതാണ്, എനിക്ക് വിശക്കുന്നുണ്ടോ, ഏത് ആദ്യം കഴിക്കണം, കുറച്ച് കഴിച്ചിട്ട് കുറച്ച് എടുത്തു വെച്ചാൽ എന്താ, ഇങ്ങനെ പല 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 ചിന്തകൾ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ വരും. അപ്പൊ വിജ്ഞാനമയ കോശം എന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ്, ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് ഗുണം ചെയ്യുക എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളത് ഈ വിജ്ഞാനമയ കോശത്തിനാണ്. ഒരു നായ മറ്റൊരു നായയെ തിരിച്ചറിയും. പക്ഷെ എല്ലാ നായ്ക്കളും ഈ നായയെ സംബന്ധിച്ചിടത്തോളം നായ മാത്രമാണ്. നമ്മളൊരു ഡാൽമേഷ്യൻ നായയും കൊണ്ട് റോട്ടിലൂടെ പോകുമ്പോൾ, ഒരു ആൺനായം കൊണ്ട് പോകുമ്പോൾ, ഒരു പെണ്ണായ, ഒരു കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ അത് അതിൻ്റെ പുറകെ പോകും. അതൊരിക്കലും ചിന്തിക്കില്ല ഞാനൊരു പെഡിഗ്രിയാണ്, വെളുത്ത ശരീരത്തിൽ ബ്ലാക്ക് സ്പോട്ടുള്ള ഒരു ഉന്നത കുലജാതനാണ് ഞാൻ, ഈ തെരുവ് നായ്ക്കളുടെ പുറകെ ഒന്നും പോകണ്ട എന്നൊന്നും അത് ചിന്തിക്കില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അവൻ ചിന്തിക്കും, എൻ്റെ മതം ഏതാണ്, എൻ്റെ ജാതി ഏതാണ്, എൻ്റെ നിറം എന്താണ്, ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട്. ഇത്തരം ചിന്തകൾ വരുന്നത് ഈ വിജ്ഞാനമയ കോശത്തിൽ നിന്നാണ്. മനുഷ്യന് മാത്രമേ വിജ്ഞാനമയ കോശം ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല. ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതത് പശുപീനരാനാം ബുദ്ധിർഹി തേഷാം അധികോ വിശേഷ ബുദ്ധിർവിഹീന പശുപീ സമാന. വിശപ്പ്, ഉറക്കം, ഭയം, ലൈംഗിക തൃഷ്ണ, ഇത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരുപോലെയുള്ളതാണ്. എന്നാൽ ബുദ്ധിയാണ് മനുഷ്യന് അധികമായിട്ടുള്ളത്. ഈ ബുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗത്തിന് തുല്യമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം അതല്ല. ബുദ്ധി ഉണ്ട് നമുക്ക്, എന്നാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ മൃഗത്തെക്കാളും വഷളാണെന്നുള്ളതാണ്. ഈ ബുദ്ധി തന്നെയാണ് നമ്മുടെ ശാപവും, ബുദ്ധി തന്നെയാണ് നമുക്ക് ഉയർന്നു പോകാനുള്ള ഒരു ഉപകരണവും. ആത്മസാക്ഷാത്കാരം ലഭിച്ച യോഗികൾ, ഉയർന്ന അവസ്ഥയിലുള്ള യോഗികൾ, ഇവർക്കെല്ലാം ആനന്ദമയ കോശം
വളരെ എഫിഷ്യന്റ് ആയിരിക്കും. ആനന്ദമയ കോശം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ മൃഗങ്ങൾക്കാകില്ല. മൃഗങ്ങൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ആ ആനന്ദം വരുന്നത് ആനന്ദമയ കോശയിൽ നിന്നാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ മൃഗങ്ങൾക്ക് ആനന്ദമുണ്ട്. എന്നാൽ അതും ഒരു പ്രീ പ്രോഗ്രാംഡ് ആണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് വേണമെങ്കിൽ ഏത് സമയത്തും ആനന്ദത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും ആനന്ദിക്കേണ്ട അവസ്ഥയിൽ പോലും നാളെ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ്. അതും ഈ ബുദ്ധി കൊണ്ടാണ് ആ ഒരു ഡിഫക്റ്റ് നമുക്കുള്ളത്. യോഗികൾ അതേസമയം ആനന്ദമയ കോശത്തിനകത്തുള്ള ആ ബ്ലിസ്, ആനന്ദം, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി ഏതവസ്ഥയിലും അവർക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈ 5 കോശങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു കോശം എടുത്ത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇതിലേതെങ്കിലും ഒരു കോശത്തിന് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അത് മറ്റു കോശങ്ങളെ ബാധിക്കും. ശരീരത്തിനൊരു അസുഖം വന്നിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റ് 4 കോശങ്ങളെയും അത് ബാധിച്ചിരിക്കും. നമ്മുടെ ശരീരം മാത്രം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമിച്ചാൽ മറ്റു കോശങ്ങളിൽ നിന്ന് അസുഖം ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിനുള്ള ഒരു പരിമിതി. ശരീരത്തിലൂടെ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കൂ. മനസ്സിനെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ സാധിക്കുന്നില്ല എന്നാണ് സത്യാവസ്ഥ. 5 കോശങ്ങൾ മനസ്സിലായല്ലോ. ഈ മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം ഒരുമിച്ചാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളും ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളൊക്കെ നടക്കുന്നത്. ഈ മനോമയ കോശയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അത് വൈകാരികമാണ്. അത് ഇഷ്ടാനിഷ്ടങ്ങളാൽ ബന്ധിതമാണ്. എനിക്കതിഷ്ടമല്ല, എനിക്കിത് വേണം, ഇതെനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണെന്ന് പറയുന്നത് ഈ മനോമയ കോശയുടെ സ്വഭാവം കൊണ്ടാണ്. അതേസമയം വിജ്ഞാനമയ കോശം അങ്ങനെയല്ല. എന്താണ് ശരി, എന്താണ് തെറ്റെന്നാണ് അതിലുള്ള ചിന്ത. പ്രാണമയ കോശോ, അത് നമ്മുടെ സംസ്കാരം, കുറെ കാലങ്ങളായി നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൽ ബന്ധിതമാണ് പ്രാണമയ കോശം. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കും നമ്മുടെ സംസ്കാരവും ഒക്കെ ഫീഡ് ചെയ്തു വെച്ചുള്ള പ്രാണമയ കോശയിലാണ്. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ പലതും പ്രവർത്തിക്കുന്നത് ഈ പ്രാണമയ കോശയുടെ ഇൻഫ്ലുവൻസ് മൂലമാണ്. നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നത് മനോമയ കോശയുടെ ഇൻഫ്ലുവൻസ് മൂലമാണ്. അതുപോലെ ശരി തെറ്റുകൾ തിരിച്ചറിയാനും അന്വേഷിക്കുവാനുള്ള ത്വര വരുന്നത് വിജ്ഞാനമയ കോശയിൽ നിന്നാണ്. ഈ 3 കോശങ്ങളും വേണ്ട രീതിയിൽ സമന്വയത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. നമ്മുടെ തീരുമാനങ്ങൾ വ്യക്തവും കൃത്യവുമായിരിക്കും, തെറ്റില്ലാത്തതുമായിരിക്കും. പ്രത്യേകിച്ച് മനോമയ കോശം വിജ്ഞാനമയ കോശം തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് സ്ട്രെസ്സായി വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മനോമയ കോശം പറയും എനിക്കത് വേണ്ട, എനിക്കത് വേണം. വിജ്ഞാനമയ കോശ ആകെ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഈ തീരുമാനം ശരിയല്ല എന്ന് വിജ്ഞാനമയ കോശയ്ക്ക് അറിയാം. പക്ഷെ തീരുമാനം എടുക്കണമെങ്കിൽ മനോമയ കോശയുടെയും കൂടി സഹകരണം വേണം. ഈ മനോമയ കോശം വിജ്ഞാനമയ കോശം തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ഈ 5 കോശങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ആദി എന്താണ്? ആദി എന്താണെന്ന് വസിഷ്ഠ മുനി പറഞ്ഞിട്ടുള്ളത് അമിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതാണ് ആദി. മനസ്സിന്റെ അമിതമായ രീതിയിലുള്ള ചിന്തകളാണ് ആദി. മനസ്സ് ചിന്തിച്ചാലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും.
ഒന്നിനു പിറകെ ഒന്നായിട്ട് പല ചിന്തകൾ വന്നാൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു പരിധി വിട്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിജ്ഞാനമായ കോശത്തിന് ബുദ്ധിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ആധി എന്ന് പറയുന്നത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടതും വലതും നോക്കി വല്ല വാഹനങ്ങൾ വരുന്നുണ്ടോ, അഥവാ അകലെന്ന് വരുന്നുണ്ടെങ്കിൽ എത്ര സ്പീഡ് ഉണ്ട്, ഇതൊക്കെ ചിന്തിച്ച് മനോമയ കോശം ചിന്തിച്ച് ആ ചിന്തയ്ക്ക് അനുസൃതമായി ബുദ്ധി ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുക. ചില വ്യക്തികൾ റോട്ടിൽ മറ്റു വാഹനങ്ങളെ ഉണ്ടാവില്ല, വളരെ വിജനമായ റോഡായിരിക്കും, എന്നാലും ഇങ്ങനെ ഭയന്ന് റോഡ് ക്രോസ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോഴും അനാവശ്യമായ ചിന്തകൾ ഇങ്ങനെ ഒന്നിനു പുറകെ വന്ന് മനസ്സിങ്ങനെ എപ്പോഴും കലുഷിതമായിരിക്കുന്നുണ്ടായിരിക്കും. ആ അവസ്ഥയാണ് ആധി. ഈ ആധി എവിടെയാണ് സംഭവിക്കുന്നത്? ചിന്തകൾ എവിടെ സംഭവിക്കുന്നത്? മനോമയ കോശത്തിൽ. അങ്ങനെ മനോമയ കോശത്തിൽ ആധി സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ മനസ്സ് ആധിയായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിന് എന്ത് സംഭവിക്കും? അത് സ്പീഡ് കൂടും. ശ്വാസം സ്പീഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ആധിയുടെ എഫക്റ്റ് പ്രാണമയ കോശത്തിലേക്കും വന്നു എന്നർത്ഥം. മനസ്സിൽ മനോമയ കോശത്തിൽ ആധി വരുന്ന അതേ നിമിഷം തന്നെ തൊട്ടുപുറകിൽ തന്നെ നമ്മുടെ പ്രാണമയ കോശയും ചഞ്ചലമാകും. ചലേവാദേ ചലേ ചിത്തം നിശ്ചലേത് നിശ്ചലം ഭവേത്. പ്രാണൻ ചലിക്കുമ്പോൾ മനസ്സ് ചലിക്കുന്നു, മനസ്സ് ചലിക്കുമ്പോൾ പ്രാണൻ ചലിക്കുന്നു. പ്രാണൻ നിശ്ചലമാകുമ്പോൾ മനസ്സ് നിശ്ചലമാകുന്നു, മനസ്സ് ശാന്തമാകുമ്പോൾ പ്രാണൻ അഥവാ ശ്വാസവും ശാന്തമാകുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ ആധി വരുമ്പോൾ ഉടനെ തന്നെ അത് പ്രാണമയ കോശത്തെ ബാധിക്കുന്നു. പിന്നെന്താ സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലേ? ബ്ലഡ് പ്രഷർ കൂടും, നമ്മുടെ രക്തക്കൊഴുകൾ ചുരുങ്ങി കൺസ്ട്രിക്റ്റ് ആവും, വിശപ്പില്ലാതാവും. എന്താ കാരണം? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. അപ്പൊ ആധി വന്നാൽ നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. ആധി ആരംഭിക്കുന്നത് മനോമയ കോശയിലാണ്. അത് ഉടനെ നമ്മുടെ പ്രാണമയ കോശയെ ബാധിക്കുന്നു. തുടർന്നത് ശരീരത്തെ ബാധിക്കുന്നു, അന്നമയ കോശത്തെ ബാധിക്കുന്നു. വിശപ്പില്ലായ്മ, ബ്ലഡ് പ്രഷർ കൂടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇനി ആധി പോയാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മുടെ ശ്വാസം മന്ദഗതിയിലാവും, ഹാർട്ട് ബീറ്റ് നോർമൽ ആവും, ബ്ലഡ് വെസലുകൾ റിലാക്സ്ഡ് ആവും, വിശപ്പ് അഥവാ ദഹന പ്രക്രിയ വീണ്ടും നോർമൽ ആവും. അതായത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അതാണ് പിന്നീട് അസുഖമായി മാറുന്നത്. സൈക്കോസൊമാറ്റിക് ഡിസീസ് ഉണ്ടാവുന്നത് മുഴുവൻ ഇങ്ങനെയാണ്. അപ്പൊ ആദ്യം എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് മനസ്സിലായി. ഇനി ഈ ആദി ഇല്ലാതാവുമ്പോൾ നമ്മൾ വീണ്ടും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആയിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. പക്ഷെ ഒരു വ്യക്തി നിരന്തരം ആദിയിലൂടെ കടന്നു പോകുകയാണെന്ന് കരുതുക, ആഴ്ചകളോ മാസങ്ങളോ കടന്നു പോവുകയാണെങ്കിൽ അത് അസുഖമായി നമ്മിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഒരുപക്ഷെ ഹൈപ്പർ ടെൻഷൻ നമുക്ക് ലഭിക്കാം. ഇനി എന്തെങ്കിലും അലർജനുമായി കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കത് അലർജിയായി ഭവിക്കാം. നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ ജീനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ക്യാൻസറായി വരാം. വളരെ പൊല്യൂട്ടഡ് ആയ കെമിക്കൽ എൻവയറൺമെന്റിൽ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ക്യാൻസറായി വരാം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുള്ള ജീനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് ഹൃദയ സംബന്ധമായ അസുഖമായി വരാം. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആവാം, അൽഷൈമേഴ്സ് ആവാം, പാർക്കിൻസൺ ആവാം, മസ്കുലർ ഡിസ്ട്രോഫി ആവാം, ആർത്രൈറ്റിസ് ആവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു അസുഖമായി മാനിഫെസ്റ്റ് ചെയ്യും. ഒരുപക്ഷെ അത് മാനസിക അസുഖമായി മാറാം. പ്രത്യേകിച്ച് ആധുനിക സമൂഹത്തിൽ വ്യക്തികൾ സമയാസമയങ്ങളിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി വേണ്ട രീതിയിലുള്ള മരുന്നുകളൊക്കെ കഴിച്ച് പ്രിക്കോഷനോടുകൂടി ശരീരത്തിന് അസുഖം വരാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആദ്യം എവിടെയെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണ്ടേ? അത് മനസ്സിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് സൈക്കോളജിക്കൽ അസുഖമായി മാറുന്നത്. വളരെ കലുഷിതമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദി സൈക്കോളജിക്കൽ ഡിസീസായി വരാം. അല്ലെങ്കിൽ ദുർബലമായ ഒരു വ്യക്തിക്കും മാനസിക അസുഖം വരാം ആദി. അതേസമയം അത്തരം പ്രശ്നങ്ങളില്ലാത്തൊരു വ്യക്തി വളരെ പ്രൊട്ടക്റ്റീവായിട്ട്
ജീവിക്കുകയാണെങ്കിൽ, എല്ലാ മുൻകരുതലും എടുത്ത് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കും അവന്റെ ആദി മാനസിക അസുഖമായിട്ട് വരാം. ഇപ്പൊ വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം എന്നർത്ഥം, അഥവാ ഡിസീസ്. വ്യാധി എന്നുള്ള വാക്ക് നോക്കിയാൽ അറിയാം, അത് ഇൻക്ലൂഡഡ് ആദി. വ്യാധി ഉള്ളവർക്കെല്ലാം ആദി ഉണ്ടായിരിക്കും, അഥവാ വ്യാധി നമുക്ക് ആദി ഉണ്ടാക്കും, ആദി നമുക്ക് വ്യാധി ഉണ്ടാക്കും. ഈ വ്യാധിയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഇത് യോഗാവശിഷ്ടത്തിൽ പറഞ്ഞുള്ള കാര്യങ്ങളാണ്, ഈ അസുഖങ്ങളും അതിന്റെ ക്ലാസിഫിക്കേഷനും. ആദിജ വ്യാധി, ആദി കൊണ്ടുണ്ടാകുന്ന വ്യാധിയും ആദി കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന വ്യാധിയും. ആദിജ വ്യാധിയും അനാദിജ വ്യാധിയും. എന്താണ് അനാദിജ വ്യാധി? ആദി മൂലമല്ലാതെ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നമുക്ക് മുറിവ് പറ്റുമല്ലോ, എന്തെങ്കിലും ആക്സിഡന്റിൽ നിന്ന് മുറിവ് പറ്റുന്നത്, ഇൻഫെക്ഷൻ, പകർച്ചവ്യാധികൾ, വല്ല വിഷം അകത്ത് എന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അനാദിജ വ്യാധിയാണ്. വളരെ റിലാക്സ്ഡ് ആയ ഒരു വ്യക്തിക്കും ആക്സിഡന്റ് പറ്റിയാൽ പരിക്ക് പറ്റാം. എത്ര റിലാക്സ്ഡ് ആയ യോഗിക്കും ഇൻഫെക്ഷൻ വരാം. എന്തൊക്കെ യോഗ ചെയ്യുന്ന വ്യക്തിയും നല്ല കൊറോണ ഉള്ളവരായിട്ട് കൂടുതൽ ഇടപെട്ടാൽ അവർക്ക് കൊറോണയും വരാം. എത്ര വലിയ യോഗിയും വിഷം കഴിച്ചാൽ മരിക്കാം. അതാണ് അനാദിജ വ്യാധി. എവിടെയാണ് പ്രശ്നം? നമ്മുടെ ഉള്ളിലാണോ? അല്ല, പുറത്താണ് പ്രശ്നം. ആദ്യ ഭൗതികത്തിൽ പെടുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എവിടെയാണ് അതിന്റെ സൊല്യൂഷൻ? പുറത്തുനിന്ന് തന്നെ വേണം. മരുന്ന് കഴിക്കണം. ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് ചികിത്സ വേണം. ചിലപ്പോൾ സർജറി വേണ്ട വരാം, മരുന്നുകൾ കഴിക്കേണ്ട വരാം. ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം പരിഹരിച്ചോളൂ. അതിനൊന്നും നമ്മൾ അസുഖം എന്ന് പറയില്ലല്ലോ. ഒന്ന് കൈ ചെറുതായിട്ട് മുറിഞ്ഞു, നമ്മൾ അസുഖം എന്നൊന്നും പറയാറില്ല. അതേസമയം ആദിജ വ്യാധി, അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഈ ആദിജ വ്യാധിയെ രണ്ടാക്കി തിരിക്കാം. സാര ആദിജ വ്യാധി, ബേസിക് ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ മനസ്സാവുന്ന ഒരു സംഗതിയല്ല സാര ആദിജ വ്യാധി. ജനന മരണം സാര ആദിജ വ്യാധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ജനിച്ചാൽ മരിക്കും, അല്ലെ? മരിച്ചാലോ വീണ്ടും ജനിക്കും. അത് വേദാന്തം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ആ ജനന മരണം, സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഈസ് കൺസിഡറിങ് ആസ് എ സാര ആദിജ വ്യാധി. ഇറ്റ്സ് എ വ്യാധി. വ്യാധി എന്ന് പറയുമ്പോൾ എന്താ? അത് നോർമൽ അല്ല, സ്വാഭാവികമല്ല. സ്വാഭാവികമായ വേറെന്തോ ഒന്നുണ്ട്. ഈ റിലേറ്റീവ് വേൾഡിൽ ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ ജനിക്കണം, അത് ഓക്കെ. പക്ഷെ അതിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുള്ളൂ, അല്ലെ? ഈ ജനന മരണം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ സാധിച്ചാൽ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ ആധുനിക ശാസ്ത്രത്തിൽ അസുഖമായി കണക്ട് ചെയ്തെടുക്കരുത്, വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിൽ കാണണം. ഇനി മറ്റൊന്ന്, ജന്മന ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതും സാര ആദിജ വ്യാധിയാണ്. നമ്മൾ പ്രത്യേക നിറത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ കയ്യും കാലും ഇല്ലാതെ ജനിച്ചു, അതൊക്കെ സാര ആദിജ വ്യാധിയാണ്. ഈ ജനന മരണം, അതുപോലെ ജന്മവൈകല്യങ്ങൾ, ഇതിനെന്താ സൊല്യൂഷൻ? എന്താ പരിഹാരം? വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിൽ പരിഹാരം എന്ന് പറയുന്നത് മരണം ഒഴിവാക്കുക. എങ്ങനെ? ആത്മസാക്ഷാത്കാരത്തിലൂടെ. ആത്മസാക്ഷാത്കാരം നേടിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അത് ഫിലോസഫിയാണ്. തൽക്കാലം നമുക്കത് മാറ്റി നിർത്താൻ. കാരണം പ്രശ്നങ്ങളായി വരുന്നവരോട് ഒരു യോഗ തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ സമാധി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ആ യാഥാർത്ഥ്യത്തെ സ്വമനസ്സോടെ സ്വീകരിക്കുക. ആക്സെപ്റ്റ് ദ റിയാലിറ്റി. ജനിച്ചാൽ മരിക്കണം, അത് ഒഴിവാക്കാൻ സാധിക്കില്ല. 60 വയസ്സിൽ മരിക്കാനുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തി 60 വയസ്സിൽ മരിച്ചിരിക്കും. അതിനെക്കുറിച്ച് വറി ചെയ്താൽ, ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ട് ഈ 60 വയസ്സിൽ നിന്നുള്ള 70 വയസ്സാക്കാൻ പറ്റുമോ? സാധിക്കില്ല. മറിച്ച് 60 വയസ്സ് എന്നുള്ളത് 50 വയസ്സായി മാറും. അപ്പൊ എന്ത് ചെയ്യണം? അതങ്ങോട്ട് സ്വീകരിക്കുക. ആ 60 വയസ്സ് വരെ സുഖമായി ജീവിക്കുക. ആവശ്യമില്ലാത്ത ടെൻഷൻ ഒഴിവാക്കുക.
ഭാവിയെ മാറ്റിമറിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, മരണം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഈ മരണം നേരത്തെ ആക്കുകയാണ് ചെയ്യുക. അതുപോലെ ജന്മവൈകല്യത്തോടു കൂടി ജനിച്ചാൽ എന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. നമുക്ക് വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനുണ്ടായിരുന്നു, മൈക്കിൾ ജാക്സൺ. പക്ഷെ അദ്ദേഹത്തിന് എന്നും കോംപ്ലക്സ് ആയിരുന്നു. എന്താ? അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനായി ജനിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ നിറം മാറ്റാൻ വേണ്ടി നടത്താത്ത ശസ്ത്രക്രിയകളില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. അവസാനം ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ആണ് അദ്ദേഹം മരിച്ചത്. നമുക്കൊരു കൈയില്ലെങ്കിൽ സുഖമായി ജീവിക്കാൻ സാധിക്കില്ലേ? പക്ഷെ ബാക്കി എല്ലാവർക്കും രണ്ട് കൈയുള്ളതുകൊണ്ട് നമുക്കൊരു കൈയില്ലെങ്കിൽ വിഷമം. ഒരു തുമ്പിക്കൈ ഇല്ലാതെ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിഷമിക്കുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ ഒരു തുമ്പിക്കൈ എന്ന് പറഞ്ഞാൽ എത്ര ഗുണമുള്ള ഒരു സംഗതിയാണ്. വീട്ടിൽ ഷവറൊന്നും വേണ്ട, തുമ്പിക്കൈ നമുക്ക് ഉണ്ടെങ്കിൽ. നമ്മുടെ തുമ്പിക്കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഷവറായിട്ട് കുളിക്കാം. അനാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ജന്മവൈകല്യത്തെ കുറിച്ച് ഇങ്ങനെ പരിതപിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. അത് സ്വമനസ്സോടുകൂടി സ്വീകരിക്കുക. ഈ മരണം എന്ന ഭയത്തിൽ നിന്നാണ് എല്ലാ ഭയങ്ങളും ഉണ്ടാവുന്നത്. വയസ്സാകുന്നു, അസുഖം വരും, ജോലി പോകും, പൈസ ഇല്ലാണ്ടാവും, നമ്മുടെ ഭാര്യ ഭർത്താവോ നമ്മളെ വിട്ടുപോകും, നമ്മുടെ ബന്ധുക്കൾ മരിക്കും. ഈ എല്ലാ ഭയങ്ങളും വരുന്നത് മരണഭയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വേദാന്തത്തിലെ ഈ പുനർജന്മം എന്നുള്ള കൺസെപ്റ്റും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനും നമ്മുടെ തന്നെ മുൻകാലങ്ങളിലെ പ്രവൃത്തിയാണ് അതിന് കാരണമെന്നും ഒക്കെയുള്ള ആ വേദാന്തം മനസ്സിലായി വരുമ്പോൾ നമുക്ക് മരണഭയം ഇല്ലാണ്ടാവും. ആ മരണഭയം ഇല്ലാത്ത വ്യക്തികളെ ബാക്കി എല്ലാ ഭയങ്ങളും ഇല്ലാതാവും. ഈ സാര ആദിജീവ്യാധിയാണ് നമുക്ക് ആധി ഉണ്ടാക്കുന്നത്, ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്, സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഈ ആധിയെ വസിഷ്ഠമുനി വിളിച്ചിട്ടില്ല എന്താണെന്ന് അറിയോ? പ്രൈമറി ഡിസീസ്, പ്രാഥമിക അസുഖമാണ്. ഈ സാര ആദിജീവ്യാധിയാണ് പിന്നീട് സാമാന്യ ആദിജീവ്യാധിയായി മാറുന്നത്. എന്നാൽ സാമാന്യ ആദിജീവ്യാധി നമ്മുടെ സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ, സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനോജന്യ രോഗങ്ങൾ, സൊമാറ്റോസൈക്കിക് ഡിസീസസ്, ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആധി, മറ്റ് സൈക്കോളജിക്കൽ അസുഖങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഈ ആധിയിൽ നിന്നാണ്. ഇപ്പൊ എവിടെയാണ് പ്രശ്നം? സാമാന്യ ആദിജീവ്യാധി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ തലത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരിക്കും. ശരീരം, മനസ്സ്, പ്രാണൻ, ബുദ്ധി. അസുഖം വന്നവരുടെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അവർ ജീവിതം യാതൊരു വിധത്തിൽ ആനന്ദമില്ലാത്ത അവസ്ഥയിൽ ആനന്ദമയ കോശം വരെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് ചികിത്സ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് യോഗ തെറാപ്പി. 5 കോശങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്താലേ അതിന് പരിഹാരമാവുള്ളൂ. നമ്മുടെ അസുഖങ്ങളുടെ മൂലം എവിടെയായിരിക്കുന്നത്? മനോമയ കോശത്തിൽ. നമുക്ക് അത് കളഞ്ഞാൽ മാത്രമേ പൂർണ്ണമായും നമുക്ക് അസുഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കൂ. മനോമയ കോശയുടെ ആധി പ്രാണമയ കോശയും അന്നമയ കോശത്തെയും ബാധിക്കുന്നത് കൊണ്ട് ചുരുങ്ങിയ വർഷം ഈ 3 കോശങ്ങളും ഒരേ സമയം നമ്മൾ കൈകാര്യം ചെയ്യണം. അതേസമയം ആദ്യമുള്ളൊരു വ്യക്തിയുടെ വിജ്ഞാനമയ കോശം വളരെ വീക്കായിരിക്കും, ആനന്ദമയ കോശം വളരെ വീക്കായിരിക്കും. ഈ വിജ്ഞാനമയ കോശം വീക്കായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് തെറാപ്പി നടത്തിയാലും നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഉദ്ദേശ ഫലം കിട്ടണമെങ്കിൽ വിജ്ഞാനമയ കോശത്തെയും നമ്മൾ കൈകാര്യം ചെയ്യണം. ഇനി വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ആ വ്യക്തി ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ പ്രത്യേകിച്ച് വിജ്ഞാനമയ കോശത്തിൽ ആവശ്യമായ വിവേകം നൽകാനോ എളുപ്പമായിരിക്കില്ല. അതേസമയം ആനന്ദമയ കോശത്തെയും നമ്മൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട്, വളരെ ദ്രുതഗതിയിൽ നമുക്ക് അസുഖത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിയായ ചികിത്സ എന്ന് പറയുന്നത് ഈ 5 കോശങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യണം. യോഗ തെറാപ്പി എന്ന് പറയുന്നത് ഈ 5 കോശങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യും. കാരണം അവിടെയാണ് ഈ പഞ്ചകോശ തത്വം ഉള്ളത്. ചികിത്സ എങ്ങനെയായിരിക്കണം? നമ്മുടെ മൊത്തം ശരീരത്തെ 5 കോശങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷെ ഇന്ന് ചികിത്സ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ യോഗ തെറാപ്പി അന്വേഷിച്ചു പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ യോഗ തെറാപ്പിയെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട്. കുറച്ച് ലിസ്റ്റ് ഓഫ് ആസന കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രാണായാമം വെച്ചിട്ട് ഇന്ന അസുഖത്തെ മാറ്റാമെന്നുള്ള ധാരണയുണ്ട്.
ഇന്ന ആസനങ്ങൾ ഇന്ന അസുഖത്തെ മാറ്റുമെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്, ഇല്ലേ? ഡയബറ്റീസിന് കുറെ ആസനങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അത് പൂർണ്ണമായിട്ട് ഡയബറ്റീസിന് മാറ്റോ? മാറ്റാൻ പറ്റില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ ഇതൊക്കെ മാറ്റുന്ന ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. ചില വ്യക്തികൾ പ്രാണായാമം കൊണ്ട് അസുഖം മാറ്റാന്ന് അവകാശപ്പെടുന്നവരുണ്ട്, വേറെ ചിലർ മന്ത്രം കൊണ്ട് മാറ്റാന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഇതിനൊക്കെ എഫക്റ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം ഉപയോഗിച്ച് മാറ്റാൻ സാധിക്കും കരുതുന്നത് വിഡിത്തമാണ്. ചിലർ ചക്രത്തെ കറക്റ്റ് ചെയ്യുന്നവരുണ്ട്, ഷഡ്ചക്രങ്ങളിലെ ഡിഫക്റ്റ് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല അവകാശവാദങ്ങളുണ്ട്. പക്ഷെ ശരിയായ ചികിത്സ എന്ന് പറയുന്നത് 5 കോശങ്ങളെയും ഒരേ സമയം കൈകാര്യം ചെയ്യണം. അത് യോഗ തെറാപ്പിയിൽ അങ്ങനെ ആയിരിക്കണം. നിർഭാഗ്യവശാൽ യോഗ തെറാപ്പിയെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ സമഗ്ര യോഗ ചികിത്സ എന്ന് വിളിക്കുന്നത്. സമഗ്രമായിരിക്കണം. സമഗ്ര യോഗ ചികിത്സ. യോഗ ചികിത്സ ഇങ്ങനെയായിരിക്കണം. ഇനി അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സമഗ്ര യോഗ ചികിത്സ എന്ന് നമുക്ക് വിളിക്കാം. കോംപ്രഹെൻസീവ് യോഗ തെറാപ്പി. മനോജന്യ രോഗങ്ങളും സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും വളരെയധികം നമ്മുടെ ആധുനിക ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മോഡേൺ മെഡിക്കൽ സയൻസ് ആണെങ്കിലോ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. അവിടെയാണ് നമ്മുടെ യോഗയ്ക്കും യോഗ തെറാപ്പിക്കും നൽകാൻ കഴിയുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ. സമഗ്രം മനസ്സിലായല്ലോ? യോഗ തെറാപ്പി എന്ന് പറഞ്ഞാൽ സമഗ്രമായിരിക്കണം. ബഹുമുഖ ഭാഷ്യം. നമുക്കറിയാം, യോഗികൾ ശുദ്ധ സാത്വികാഹാരം കഴിച്ചിരിക്കണം. സൂര്യൻ ഉദിക്കുന്നേക്കാളും 7 നാഴിക മുമ്പ് എഴുന്നേറ്റിരിക്കണം. ഒരു നേരം അല്പം എന്ന് പറഞ്ഞാൽ പച്ചക്കറി പോലും വേണ്ട അവർക്ക്, കുറച്ച് അരി വേവിച്ചത്. ഇതൊക്കെയാണ് യോഗികളുടെ ഭക്ഷണ രീതി. പക്ഷെ അതൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മതി അസുഖം വരുത്തുള്ളൂ. അപ്പോ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള യോഗ ആസനങ്ങൾ, പ്രാണായാമ, ഫിലോസഫി, അതിനെ നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ മാറ്റം വരുത്തി പ്രയോഗിക്കാനും വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാനുമുള്ള കഴിവാണ് ബഹുമുഖ ഭാഷ. യോഗ തെറാപ്പി വളരെ റിജിഡായ ഒരു പാതയായിരിക്കരുത്. ഒരു ആസനം എങ്ങനെ ചെയ്യണം, ഹഠയോഗ പ്രദീപിക്കാം, കേരള സംഗീതമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആസനം ചെയ്യണം, എങ്ങനെ ക്രിയ ചെയ്യണം, എങ്ങനെ പ്രാണായാമം ചെയ്യണം എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സാധാരണക്കാരുടെ അടുത്ത് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കില്ല. അവരുടെ അസുഖം എന്ത്, അവരുടെ പരിമിതികൾ എന്ത്, അവരുടെ മാനസികാവസ്ഥ എന്ത്, അവരുടെ വിശ്വാസം എന്ത്, ഇതൊക്കെ കണ്ടറിഞ്ഞ് വേണ്ട രീതിയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് ഓരോ വ്യക്തിക്കും വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവാണ് ബഹുമുഖ ഭാഷ. ബേസിക് കൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ ആ ടൂൾസുകൾ ഉപയോഗിക്കുന്ന രീതി, അതിനെ ഡിഫൈൻ ചെയ്യുന്ന രീതി. ഇപ്പൊ സാരാ ആദിജി വ്യാധിക്ക് പരിഹാരം എന്താണ്? ആത്മസാക്ഷാത്കാരം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ് നമുക്ക് സാധാരണക്കാരുടെ അടുത്ത് പോകാൻ സാധിക്കില്ല. അവരോട് ഇതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതാണ്, അതങ്ങോട്ട് സ്വീകരിക്കൂ. വെറുതെ മരണത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞു എന്ന് പറഞ്ഞ് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിറം കുറവുള്ളത് എന്തുകൊണ്ടാ? മെലാനിൻ കൂടുതലുകൊണ്ടാ. ആ സ്കിൻ വളരെ ഹെൽത്തി ആയിരിക്കും, നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു ബഹുമുഖ ഭാഷ, മൾട്ടി ഫെസറ്റ് അപ്രോച്ച്, അതാണ് ബഹുമുഖ ഭാഷ എന്ന് പറയുന്നത്. യോഗയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ എല്ലാവരും പറയാവുന്ന ഒരു ഡെഫിനിഷനാണ് യോഗ ചിത്തവൃത്തി നിരോധ. മനസ്സിലെ ചിന്തകളെ നിർത്തുന്നതാണ് യോഗ. ഇതൊക്കെ നമുക്ക് സാധാരണ പേഷ്യൻസിനോട് പറയാൻ സാധിക്കും. അവർ തിരിച്ചു ചോദിക്കും, എൻ്റെ മനസ്സ് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ആര് നോക്കും? എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിൽ പോകണം, ഇതൊക്കെ നിങ്ങൾ ചെയ്യോ എന്ന് തിരിച്ചു ചോദിക്കും. ആ ഡെഫിനിഷനൊന്നും ഇവിടെ നടക്കില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വസിഷ്ഠ മുനി പറഞ്ഞുള്ളത് പ്രശമന ഉപായ യോഗ. യോഗ എന്ന് പറയുന്നത് ബലം പ്രയോഗിച്ച് ഇങ്ങനെ നിവർന്നിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കലല്ല. ബലം പ്രയോഗിച്ചുള്ള ധ്യാനം ഒരു ധ്യാനമല്ല. ബലം പ്രയോഗിച്ചുള്ള ഒരു ആസനയല്ല. യോഗാസനത്തിന്റെ പേരിൽ എന്തെല്ലാം സർക്കസുകളാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. അതിനൊന്നും യോഗ എന്ന് പറയാൻ സാധിക്കില്ല. യോഗ എന്ന് പറയുന്നത് പ്രശമന ഉപായ യോഗ. ഉപായത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗ. ഉപായത്തിലൂടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉപായം എന്ന് പറയുന്നത് ഓരോ ആൾക്കും
ഒരു സാധാരണ കലുഷിതമായ മനസ്സുള്ള ഒരു വ്യക്തി മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ യോഗ തെറാപ്പിക്ക് കൊടുക്കുന്ന മെഡിറ്റേഷൻ ആളും തരം നോക്കി കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന യോഗ ആസനങ്ങൾ ആളും തരം നോക്കി കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന പ്രാണായാമ നമ്മൾ ആളും തരവും നോക്കി കൊടുക്കണം. അഡ്വാൻസ് യോഗയിൽ ചെയ്യുന്ന കുംഭകയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആയ ഒരാൾ കൂടുതൽ സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്ക് ചെന്ന് വീഴും. പ്രാണായാമം ചെയ്ത് സൈക്കോളജിക്കൽ പ്രോബ്ലം വന്നവരുണ്ട്. യോഗാസനം ചെയ്ത് കഴുത്തും മുട്ടും കേടായവരുണ്ട്. കാൽമുട്ടിന്റെ മെനിസ്കസ് കേടായവരുണ്ട് പത്മാസനം ശ്രമിച്ചിട്ട്. അപ്പൊ വളരെ ഉപായത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫോഴ്സ് ഉപയോഗിച്ചുള്ള ഒന്നിനെ യോഗ എന്ന് പറയാൻ പറ്റില്ല. ഫോഴ്സ് ചെയ്തിട്ടുള്ള ആസന, കഷ്ടപ്പെട്ട് ശ്വാസം അടക്കി പിടിച്ചുള്ള കുംഭക, മനസ്സിന്റെ ആ വികാരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ധ്യാനം, ഇതൊന്നും യോഗയല്ല എന്ന് മാത്രമല്ല ഗുണത്തിന് പകരം ദോഷം ചെയ്യും. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് യോഗ തെറാപ്പി. ഇനി വ്യക്തിയാധിഷ്ഠിതം, വലിയൊരു ഗ്രൂപ്പിന് 10-50 പേരെ നിർത്തിയിട്ട് യോഗ തെറാപ്പി കൊടുക്കാൻ സാധിക്കില്ല. യഥാർത്ഥ ചികിത്സ കൊടുക്കാൻ ഗ്രൂപ്പിന് സാധിക്കില്ല. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ, ആ വ്യക്തിയുടെ പരിമിതികൾ അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ, ആ വ്യക്തിയുടെ വിശ്വാസം അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. എല്ലാവർക്കും ഭക്തി ആസ്വദിക്കാൻ പറ്റില്ല, എല്ലാവർക്കും വേദാന്തം ആസ്വദിക്കാൻ പറ്റില്ല. എത്ര പേർക്ക് ഹഠയോഗം രാജയോഗം ചെയ്യാൻ പറ്റും? 10,000-ൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഹഠയോഗം രാജയോഗം പ്രോപ്പറായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ? അഭ്യാസ വൈരാഗ്യം തന്നിരോധ. അഭ്യാസം എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്താൽ അതിന് അഭ്യാസം എന്ന് വിളിക്കാൻ പറ്റൂ. അങ്ങനെ ചെയ്താലേ യോഗ എന്ന് വിളിക്കാൻ പറ്റൂ. പലരും യോഗ ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല, തുടർച്ചയായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ പരാതി പറയാറില്ലേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് അതിനു വേണ്ടി ജനിച്ചവരല്ല. ചിലപ്പോൾ ഭക്തിയായിരിക്കും അവരുടെ മാർഗം. അപ്പോ ഓരോ വ്യക്തിയെ തിരിച്ചറിഞ്ഞു കൊടുക്കുന്നതാണ് യോഗ തെറാപ്പി, ഇൻഡിവിജ്വൽ യോഗ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീയത കൊടുക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അതായിരിക്കണം. 1000-കണക്കിന് 10,000-കണക്കിന് വ്യത്യസ്ത യോഗയുണ്ട് ഇവിടെ. എന്റെ യോഗ ഇതാണ് ശരി, മറ്റൊരു യോഗ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിലേതാണ് ശരിയായ യോഗ? അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ ആ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി, ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 4ആക്കി തിരിക്കാൻ യോഗ. പ്രധാനമായിട്ടും 4 തരം യോഗയാണ്. വൈകാരികമായ സ്വഭാവങ്ങളിലവർക്ക് യോജിച്ച ഭക്തി യോഗ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള വെറുതെ ഇരുന്നാൽ റെസ്റ്റ്ലെസ് ആവുന്ന സ്വഭാവമുള്ളവർക്ക് പറഞ്ഞുള്ളതാണ് കർമ്മയോഗ. കുട്ടികളൊക്കെ കർമ്മയോഗയ്ക്ക് യോജിച്ചാണ്. അവർക്ക് ഇഷ്ടമുള്ള പണി പോലും ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല ഇപ്പോഴത്തെ തലമുറ. കുട്ടികളെ നിസ്വാർത്ഥ സേവനം പഠിപ്പിക്കണം. ഭൂട്ടാനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച കാലത്ത് 1 മണിക്കൂർ കുട്ടികൾ പബ്ലിക് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്തിരിക്കണം. നിർബന്ധമാണത്. ഞാൻ നേരിട്ട് കണ്ടതാണ്. 1 മണിക്കൂർ ഞായറാഴ്ച പണിയെടുത്തിരിക്കണം അവര്. പൊതുസ്ഥലങ്ങൾ അടിച്ചു വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ജ്ഞാനയോഗ, ഇന്റലക്ച്വൽ അപ്രോച്ച്. നമ്മളൊക്കെ ബുദ്ധിയുള്ളവരെന്നുള്ള ധാരണയാണ്. ബുദ്ധിയുണ്ട്, വിജ്ഞാനമയ കോശമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വിഷയത്തിൽ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നവരെ ചിന്തിക്കാനുള്ള കഴിവ്, വേറൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ വേറെ എല്ലാം മറന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് ജ്ഞാനയോഗയ്ക്ക് വേണ്ടത്. നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അതിന്റെ ഉത്തരം കിട്ടുന്നവരെ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ മറക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് പറഞ്ഞതാണ് ജ്ഞാനയോഗ. പിന്നെ രാജയോഗ, സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ കൃത്യമായ ഒരു നിർവചനം വേണം, അതിനൊരു ചിട്ട വേണം. എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു ചിട്ട വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് രാജയോഗ. പലരും യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയാലും വേണ്ട രീതിയിൽ മുടങ്ങാതെ ചെയ്യാൻ സാധിക്കാത്തത് ഈ രാജയോഗയ്ക്കുള്ള ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. ചര്യാപ്രധാനം, ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും വളരെ കണക്റ്റഡ് ആണ്. ഇന്നത്തെ അസുഖങ്ങളെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ചിട്ടയായ ജീവിതം വേണം. എന്താണ് ലൈഫ് സ്റ്റൈൽ? യോഗികൾക്ക് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈല് സാധാരണ ഗൃഹസ്ഥർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ പറഞ്ഞിട്ടുള്ളതല്ല. എത്ര മണിക്ക് എഴുന്നേൽക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ യോഗാ ഗ്രന്ഥങ്ങൾ നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അസുഖം വരുത്തും. രാജസികവും താമസികമായ മനസ്സുള്ള ഒരു വ്യക്തി ശുദ്ധമായ സാത്വിക ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി അസുഖം വരാൻ.
10, 50, 60 വർഷവും നോൺ വെജ് ഒക്കെ കഴിച്ചവര് ഒറ്റയടിക്ക് വെജിറ്റേറിയൻ ആവാൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. നിങ്ങളത് നിരുത്സാഹപ്പെടുത്തണം. കുറച്ച് കാലെടുത്ത് കുറച്ചുകൊണ്ട് ഒരു 10, 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ നോൺ വെജ് വേണം കുറച്ചോളൂ, പക്ഷെ നിർത്തരുതെന്നേ ഞാൻ പറയുള്ളൂ. അതേസമയം കുട്ടികൾക്ക് ഒറ്റയടിക്ക് അവരെ വെജിറ്റേറിയൻ ആക്കി മാറ്റാം. ഇപ്പൊ എന്താണ് നമുക്ക് പറഞ്ഞുള്ള ഭക്ഷണം, എന്താണ് നമ്മുടെ ജീവിതചര്യ, ഇതറിയണമെങ്കിൽ ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തം എന്ന വിഷയം നമ്മൾ പഠിച്ചിരിക്കണം. ആതുരവൃത്തം എന്ന് പറയുന്നത് ഒരു മെഡിസിനൽ ബ്രാഞ്ചാണ് ആയുർവേദത്തിന്റെ. സ്വസ്ഥവൃത്തം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ഈ സ്വസ്ഥവൃത്തത്തിൽ അസുഖമുള്ളവർക്കും ആരോഗ്യമുള്ള ഗൃഹസ്ഥരും പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ഫിലോസഫി ഉണ്ട്, പിന്നെ ബഹിരംഗ യോഗയുണ്ട്. എന്താണ് ബഹിരംഗ യോഗ? യമനിയമ ആസന പ്രാണയാമ പ്രത്യാഹാര, ഇതാണ് ബഹിരംഗ യോഗ. ഗൃഹസ്ഥർക്ക് അന്തരംഗ യോഗ പറഞ്ഞിട്ടില്ല, ധാരണ ധ്യാന സമാധി പറഞ്ഞിട്ടില്ല. പിന്നെന്താ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണ്ടല്ലോ. മെഡിറ്റേഷൻ ഒരു കോമൺ വേർഡാണ്, വലിയൊരു വൈഡ് റേഞ്ച് മീനിങ്ങുള്ള വേർഡാണ് മെഡിറ്റേഷൻ. ധ്യാനം പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഗൃഹസ്ഥർക്ക് പറഞ്ഞുള്ളത്? ഉപാസന അഥവാ ഉപാസന ധ്യാനം. എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ ധ്യാനത്തിൽ ഉപയോഗിക്കുന്ന വസ്തു. ദേവീദേവന്മാരൊക്കെ എക്സ്റ്റേണൽ ആണ്. നമ്മൾ പുറത്തുള്ള ഒരു ദേവീദേവന്റെ ഗുണങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഉപാസന ധ്യാനമാണ് ഗൃഹസ്ഥർക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രാജയോഗിയെ പറഞ്ഞുള്ള ധാരണ ധ്യാന സമാധി അല്ല. അവിടെ എന്താണ് ഒബ്ജക്റ്റ്? നമ്മുടെ സെൽഫാണ്, നമ്മുടെ ആത്മാവാണ്. അത് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല അത്തരം ധ്യാനം. ബഹിരംഗ യോഗ യമനിയമാസന പ്രാണയാമ പ്രത്യാഹാരം, ഉപവാസം, പ്രാണയാമ, ലളിതമായ പ്രാണയാമ, ആസനങ്ങൾ, യമനിയമങ്ങൾ, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിലോസഫി, പിന്നെ ലൈഫ് സ്റ്റൈൽ. ഇതാണ് സ്വസ്ഥവൃത്തം. സാധാരണ യോഗ എന്താണ്? ഫിലോസഫി ഉണ്ട്, ബഹിരംഗ യോഗയുണ്ട്, അന്തരംഗ യോഗയുണ്ട്. എന്നാൽ യോഗ തെറാപ്പിയിൽ വീണ്ടും നമ്മൾ അന്തരംഗ യോഗയില്ല. ട്രാൻസാൻഡൽ മെഡിറ്റേഷൻ ഗൃഹസ്ഥർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സൂക്ഷ്മമായ വസ്തുക്കളിൽ പ്രാണൻ, കുണ്ടലിനി, ചക്രം, ഇതിലുള്ള ധ്യാനം രോഗികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ആത്മാവിൽ ധ്യാനിക്കുന്ന രോഗികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഗൃഹസ്ഥർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അത് അതിനൊക്കെ പറ്റി മനസ്സിലാക്കാം നമുക്ക്, പക്ഷെ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. യോഗ തെറാപ്പിയിൽ അന്തരംഗ യോഗയില്ല. പിന്നെ എന്തുള്ള? ബഹിരംഗ യോഗയുണ്ട്, യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരമുണ്ട്, ഫിലോസഫി ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഫിലോസഫി വേദാന്തമാണ്. സാഖ്യം താല്പര്യമുള്ളവർക്ക് അതും ഉപയോഗിക്കാം. രാജയോഗയുടെ ഫിലോസഫിക്കൽ സൈഡ് എന്ന് പറയുന്നത് സാഖ്യമാണ്, അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു ഫിലോസഫി ഉണ്ടായിരിക്കണം, ബഹിരംഗ യോഗ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഗൃഹസ്ഥർക്കും രോഗികൾക്കും പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അത് ആയുർവേദത്തിൽ നിന്ന് കിട്ടുള്ളൂ നമുക്ക്. ചുരുക്കി പറഞ്ഞാൽ സ്വസ്ഥവൃത്തവും യോഗ തെറാപ്പിയും തമ്മിൽ വലിയ അന്തരമില്ല. രണ്ടിലും ക്രിയയുണ്ട്. പക്ഷെ സ്വസ്ഥവൃത്തത്തിൽ ക്രിയ മെഡിസിൻ അഥവാ ഒരു എക്സ്റ്റേണൽ വസ്തു ഉപയോഗിച്ചിട്ടുള്ള ക്രിയകളാണ്. അതേസമയം യോഗ തെറാപ്പിയിലെ ക്രിയ എന്ന് പറയുന്നത് അതല്ല, നമ്മൾ മനസ്സും ശരീരവും ഉപയോഗിച്ചുള്ള ക്രിയകളാണ് ചെയ്യുന്നത്. എന്താണ് പ്രോപ്പർ ഡയറ്റ്, എന്താണ് ഹൈജീൻ, എന്തായിരിക്കണം വ്യായാമം, എന്തായിരിക്കണം നമ്മുടെ ഡെയിലി ഷെഡ്യൂള്, എത്ര മണിക്ക് ഉറങ്ങണം, എത്ര നേരം ഉറങ്ങണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, ഋതുക്കൾക്കനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് സ്വസ്ഥവൃത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ സ്വസ്ഥവൃത്താണ്. ആയുർവേദം ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് സ്വസ്ഥവൃത്തത്തിനാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂറിങ് എന്ന കൺസെപ്റ്റ്. അടുത്ത ഒരു പോയിന്റ് കൂടി കഴിഞ്ഞാൽ ഡെഫിനേഷൻ പൂർണ്ണം. ക്രിയായോഗം. എന്താണ് ക്രിയായോഗം? രാജയോഗിയിൽ പറഞ്ഞിട്ടുണ്ട്, തപസ് സ്വാധ്യായ ഈശ്വർ പ്രണിധാനാനി ക്രിയായോഗ. തപസ്, സ്വാധ്യായം, ഈശ്വർ പ്രണിധാനം, ഇതാണ് ക്രിയായോഗം. എന്താണ് തപസ് എന്ന് പറയുന്നത്? റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്. ഞാൻ നോക്കൂ, രാജയോഗ പഠിക്കുമ്പോൾ തപസ്സല്ല ഇവിടെ. ഇവിടെ ഇന്റർപ്രിട്ടേഷൻ മാറും. ബഹുമുഖ ഭാഷ്യം വേണം നമുക്ക്. നമ്മുടെ ആ ഇന്തൂസിയാസം കളയാതെ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്താലേ യോഗ തെറാപ്പി കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. 5 ദിവസം ഒരു പ്രാണായാമം ചെയ്ത് അസുഖം മാറുന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. കാലം കുറച്ചെടുക്കും. കാരണം 40-50 വർഷത്തെ റോങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്ന അസുഖത്തെ മാറ്റാൻ 5 ദിവസത്തെ ഒരു പ്രാണായാമം കൊണ്ടോ ഏതെങ്കിലും ഒരു ആസനം കൊണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മോഡേൺ സയൻസിനൊന്നും ഇവിടെ യാതൊരു നിലനിൽപ്പും ഉണ്ടാവില്ല. അതിന് ക്ഷമ വേണം. ആ ക്ഷമയ്ക്ക് പറയുന്ന പേരാണ് തപസ് ഇവിടെ.
യോഗ തെറാപ്പിയിൽ. ഈശ്വര പ്രണിധാനം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പലതും ട്രൈ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ യോഗ തെറാപ്പി കൂടി ചെയ്ത് കളയാന്ന് കരുതി വരുന്നവർക്ക് യോഗ തെറാപ്പി കൊടുത്തോണ്ട് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോണില്ല. അവർ വിശ്വസിച്ച് സ്വമനസാല വരുന്നവരായിരിക്കാം. സ്വാധ്യായം, ഒരു മരുന്ന് തന്നു തെറാപ്പിസ്റ്റ്, അത് മാറ്റും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. തെറാപ്പിസ്റ്റ് ഒരിക്കലും യോഗ തെറാപ്പി ചെയ്യുന്നില്ല. തെറാപ്പി ചെയ്യുന്ന അവനവൻ തന്നെയാണ്. അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷൻ കൊടുക്കൽ മാത്രമാണ് യോഗ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവനവൻ പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസവും അതിന്റെ പ്രോഗ്രസ് അനലൈസ് ചെയ്ത് പ്രാക്ടീസുകൾ ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് സ്വയം അനലൈസ് ചെയ്ത് എഫർട്ട് എടുത്താൽ മാത്രമേ യോഗ തെറാപ്പിയുടെ റിസൾട്ട് കിട്ടൂ. അപ്പൊ അതാണ് തപസ്വാധ്യായ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. യോഗമാർക്കെല്ലാം ഇത് അറിയുന്നുണ്ടായിരിക്കും. അഷ്ടാംഗ യോഗയിലെ 2ാമത്തെ അംഗമായ നിയമത്തിലെ 5 പോയിന്റുകളിൽ 3 പോയിന്റാണ് തപ സ്വാധ്യായ ഈശ്വര പ്രണിധാനം. ഇതാണ് യോഗ തെറാപ്പി. സമഗ്രം, കോംപ്രഹെൻസീവ്, ബഹുമുഖ ഭാഷ്യം, മൾട്ടിഫെസറ്റ് ഇന്റർപ്രിട്ടേഷൻ, വ്യക്തിയാധിഷ്ഠിതം, ഇൻഡിവിജ്വൽ, ചര്യാപ്രധാനം, ബേസ്ഡ് ഓൺ ലൈഫ് സ്റ്റൈൽ, ക്രിയായോഗം, ഇന്റൻസ് ഡിസയർ, ട്രസ്റ്റ് ആൻഡ് സെൽഫ് അനലൈസിങ് ഈസ് യോഗ തെറാപ്പി. ഇതിൽ നമ്മൾ ആസനം ഉപയോഗിക്കും, പ്രാണായാമം ഉപയോഗിക്കും, റിലാക്സേഷൻ ഉപയോഗിക്കും, ഡയറ്റ് ഉപയോഗിക്കും, പലതരം യോഗനിദ്ര, പ്രാണ ചാനലൈസിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ, പിന്നെ സ്പെഷ്യൽ ടെക്നിക്കുകൾ, സൂക്ഷ്മ വ്യായാമം, ശിഥിലീകരണ വ്യായാമം, ശക്തി വികാസക ക്രിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥാനമുണ്ട്. ഭക്തിയോഗ, മ്യൂസിക്, ഇതെല്ലാം സന്ദർഭത്തിനനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കും. ആസനം, പ്രാണായാമം, ഹിതാഹാരം, റിലാക്സേഷൻ, സ്പെഷ്യൽ ടെക്നിക്, ഇതെല്ലാം നമ്മുടെ അന്നമയ കോശത്തെ സ്വാധീനിക്കുന്നതാണ്. അതുപോലെ തന്നെ അസുഖം എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചും നമുക്ക് അന്നമയ കോശത്തിലാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാക്കുക. അപ്പൊ അന്നമയ കോശത്തെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്ന പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്? ആസനം, പ്രാണായാമം, ഹിതാഹാരം, റിലാക്സേഷൻ, മറ്റ് സ്പെഷ്യൽ ടെക്നിക്കുകൾ. പ്രാണമയ കോശം നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രാക്ടീസുകളാണ് മുദ്രകൾ നമുക്ക് അധികം കാര്യമായിട്ട് കൊടുക്കാൻ സാധിക്കില്ല. വളരെ ലളിതമായ മുദ്രകളെ കൊടുക്കാൻ പറ്റും, അഡ്വാൻസ് മുദ്രകൾ കൊടുക്കാൻ സാധിക്കില്ല. പ്രാണായാമം എന്ന് പറയുമ്പോൾ കുംഭകയുള്ള പ്രാണായാമമല്ല, ശ്വസനക്രിയകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുംഭക രോഗികൾക്ക് പറഞ്ഞുള്ളതല്ല. ക്രിയ വളരെ ഗുണപ്രദമാണ് യോഗ തെറാപ്പിയിൽ. മന്ത്രം ഓതുന്നത്, വേദിക് റെസിറ്റേഷൻ, പാട്ടുപോലെ ചൊല്ലുന്നതല്ല, ആ സ്വരങ്ങളോടുകൂടി ഇന്റർനാഷണലോടുകൂടി ഓതുന്നതാണ് മന്ത്രം ഓത്ത് പറയുന്നത്. അതിന്റെ ആ സൗണ്ട് എനർജി, അതിന്റെ ആ റെസൊണൻസ് നമ്മുടെ പ്രാണശരീരത്തിൽ വരെ എത്തി അതിനെ നമുക്ക് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. പ്രാണ ചാനലൈസിങ് പോലെയുള്ള ചില പ്രാണനെ ഡീൽ ചെയ്യുന്ന പ്രാക്ടീസുകളും പ്രാണമയ കോശത്തെ സഹായിക്കുന്നതാണ്. ഉപാസന ധ്യാനം, ഇവിടെ മെഡിറ്റേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഉപാസന ധ്യാനം, അതേപോലെ മന്ത്രം ചൊല്ലുന്നതും സംഗീതം, മറ്റ് റിലാക്സേഷൻ ടെക്നിക്കുകളും ഭക്തിയോഗയും മനോമയ കോശത്തെ സ്വാധീനിക്കുന്നതാണ്. വിജ്ഞാനോപദേശ അഥവാ യോഗോപദേശം വിജ്ഞാനമയ കോശത്തെ സ്വാധീനിക്കുന്നതാണ്. കൂട്ടത്തിൽ കൂടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിവുള്ളവർക്ക് അത് വായിക്കാം. സ്വാധ്യായ, സെൽഫ് അനലൈസിങ്, ഗുരുക്കന്മാരുടെ വചനങ്ങൾ കേൾക്കാം, അവരെ പ്രഭാഷണങ്ങൾ കേൾക്കാം, അവരെ അനുഗ്രഹവും അവരെ ഉപദേശത്തിനനുസരിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് വിജ്ഞാനോപദേശം, വിജ്ഞാനമയ കോശം സ്വാധീനിക്കാനുള്ള പ്രാക്ടീസുകൾ. ആനന്ദമയ കോശം, കർമ്മയോഗ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല, ധ്യാനം പോലെയാണ്. അതിനൊരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കർമ്മയോഗം ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളത് ഇല്ലാണ്ടാക്കാൻ എളുപ്പമല്ല. അതുപോലെ കർമ്മയോഗം എന്താണെന്ന് അറിയാത്ത ഒരാളെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവരറിയാതെ കുറച്ചൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. സത്സംഗ്, നമ്മൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗാദറിങ്, പരദൂഷണം പറയാനുള്ള ഗാദറിങ് അല്ല, സ്പിരിച്വലായ കാര്യങ്ങൾക്കും പോസിറ്റീവായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സദ് ഗാദറിങ്. കുട്ടികളായിട്ട് കളിക്കുന്നത്, അതുപോലെ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കണം, വെറുക്കുന്നവരായിരിക്കരുത്. മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മൃഗങ്ങളുടെ ഒപ്പം ചെലവഴിക്കുന്നത്. ഗോപാല പരിപാലനം ഒരു തെറാപ്പി ആയിട്ട് എടുക്കുന്നുണ്ട്. ചരക സംഹിതയിൽ പ്രമേഹത്തിനുള്ള വിധി എന്താണ് പറയണതെന്ന് അറിയോ? പ്രമേഹം മാറ്റാൻ
പശുക്കൂട്ടത്തെ തെളിച്ച് അതിന്റെ പുറകെ നടക്കുക. പശു എവിടെ കിടക്കുന്നോ അവിടെ കിടക്കുക, എപ്പോ ഉറങ്ങുന്നോ അപ്പൊ ഉറങ്ങുക. പശു കഴിക്കുന്ന പുല്ലുകളും പശുവിന്റെ പാലും കുടിക്കാനാണ് പറയുന്നത്. പശുവിന്റെ പുല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യോഗിക് ഗെയിംസ്, മറ്റൊരാളെ തോൽപ്പിക്കാനല്ലാതെ ആസ്വദിച്ച് സ്പോർട്സ് ചെയ്യുമ്പോൾ അത് യോഗിക് ഗെയിംസ് ആയി. ഇതൊക്കെയാണ് യോഗ തെറാപ്പി. ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിലും ചെറുതായിട്ട് ഈ കാര്യത്തെ പരിചയപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാവരുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സംശയം ഞാൻ അങ്ങോട്ട് പറയാം. ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണോ എന്നുള്ളത്. ഈ 5 കോശങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യൽ നടപ്പിലാവും. നിങ്ങൾ അതിന് പ്രയത്നിക്കാൻ തയ്യാറാവണം. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നങ്ങളെ വളരെ ഒരാളെ കാണുമ്പോഴേക്കും നമുക്ക് അവരുടെ ഉള്ളിലിരിപ്പ് അറിയാൻ സാധിക്കും. അതിന് നമ്മൾ കുറച്ച് യോഗയും ആത്മാർത്ഥമായിട്ടുള്ള എഫേർട്ടും അന്വേഷണമൊക്കെ നടത്തണം. അതിന് പറ്റിയ ഗുരുക്കന്മാരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി.